ഹായ് ഡിയർ വൺ, വെൽക്കം ടു CSCB റാങ്കർ. നമുക്കിന്ന് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് പഠിക്കാം. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ, കോസ്റ്റ് കൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ് and dual aspect concept. First, entity concept. Business is separate from owner. Entity concept states that business is separate from its owner. Business transactions are recorded in business books, while personal transactions are recorded in the owner's personal books. ചുരുക്കി പറഞ്ഞാൽ എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ബിസിനസ്സിനെയും അതിൻ്റെ ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസെപ്റ്റ് കാണണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് ആ എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ആ കമ്പനിക്ക് അത് ബാധ്യതയായിട്ട് വരുന്നതിൻ്റെ കാര്യം. അത് ലയബിലിറ്റി ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓണർ ബിസിനസ്സിൽ നിന്നും ഫണ്ട് വിത്ഡ്രോ ചെയ്താൽ അത് ഡ്രോയിങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷനിലോട്ട് പേഴ്സണൽ ഡ്രോയിങ് ആയിട്ടാണ് കാണിക്കാൻ പറ്റുക. നെക്സ്റ്റ്, മണി മെഷർമെൻറ്റ്. റെക്കോർഡ് ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി. Only transactions measurable in monetary terms are recorded in accounts. Non-monetary items like employee skills or goodwill are not recorded. പണവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ ബിസിനസ്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതിൽ എംപ്ലോയീസിൻ്റെ സ്കില്ലോ അതുപോലെ ഗുഡ് വില്ലോ അങ്ങനെയുള്ളതൊന്നും ബിസിനസ് ട്രാൻസാക്ഷനിൽ കാണിക്കാറില്ല. അതാണ് മണി മെഷർമെൻറ്റ്. നെക്സ്റ്റ്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്. Accounts prepared for fixed periods, usually 1 year. Accounts are prepared for a fixed period, usually 1 year, to measure performance and financial position. ബിസിനസ് പെർഫോമൻസും അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷനും അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് സാധാരണയായിട്ട് 1 ഇയറാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് നമ്മൾ പറയുന്ന ആ കാലയളവ് 1 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയുള്ള ആ പീരീഡാണ് ഇവിടെ പീരിയോഡിസിറ്റി കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്. Record revenues or expenses when they occur, not when cash is received or paid. Revenues and expenses are recorded when they occur, not when cash is received or paid. Example, if goods worth rupees 60,000 are sold but only rupees 50,000 cash is received, revenue is still rupees 60,000. അക്രൂവൽ കോൺസെപ്റ്റിൽ റവന്യൂ എക്സ്പെൻസസും അതുപോലെ ഇൻകവും വരുന്ന സമയത്തോ അല്ലെങ്കിൽ അത് സംഭവിക്കുന്ന സമയത്ത് വരുന്ന അതാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ ക്യാഷ് കൊടുക്കുന്നതോ വാങ്ങുന്നതോ അല്ല രേഖപ്പെടുത്തേണ്ടത്. അതായത് 60,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മൾ 50,000 രൂപയാണ് കൊടുത്തതെങ്കിൽ പോലും 60,000 രൂപയുടെ ട്രാൻസാക്ഷനാണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ച് എക്സ്പെൻസസ് വിത്ത് റിലേറ്റഡ് റവന്യൂസ് ഓഫ് ദി സെയിം പീരീഡ്. എക്സ്പെൻസസ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂസ് ഓഫ് ദ സെയിം പീരീഡ്. എക്സാമ്പിൾ, ഇഫ് 8,000 garments are sold, only the cost of those 8,000 garments is treated as expenses, not the cost of all 10,000 purchased. മാച്ചിങ് കോൺസെപ്റ്റിൽ എക്സ്പെൻസസും റവന്യൂസും തമ്മിൽ മാച്ച് ആയിരിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഷോപ്പിൽ 10,000 റുപ്പീസിൻ്റെ ഗാർമെൻറ്റ്സ് പർച്ചേസ് ചെയ്തിട്ട് 8,000 സോൾഡ് ഔട്ടായി. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ 8,000ൻ്റെ കോസ്റ്റുമായിട്ട് ഈ 8,000 സെയിലാവുന്ന സമയത്ത് അത് തമ്മിലായിരിക്കണം മാച്ച് ആവേണ്ടത്. അല്ലാതെ 10,000ൻ്റെ വാങ്ങിച്ചെന്നോർത്ത് അത് ഫുൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഗോയിങ് കൺസേൺ. അസ്യൂം ബിസിനസ് വിൽ കണ്ടിന്യൂ ഇൻ ഫ്യൂച്ചർ. It assumes the business will continue in the foreseeable
future. Assets are valued at cost, not liquidation value. ഗോയിങ് കൺസേണിൽ പറയുന്നത് ഒരു ബിസിനസ് കൺസേൺ കണ്ടിന്യൂ ഇൻ ഫ്യൂച്ചർ, അതായത് അൺലിമിറ്റഡ് പീരീഡിലോട്ട് ഇത് ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കോൺസെപ്റ്റിലാണ് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, ഒരു ഫേം വർക്ക് ചെയ്ത് പോകുന്നത്. അതായത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, ഒരു സാധനത്തിൻ്റെ, ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ എടുക്കേണ്ടത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ്, അല്ലാതെ അത് ലിക്വിഡേറ്റ് ആവും അല്ലെങ്കിൽ കഴിയും അല്ലെങ്കിൽ തീരുമെന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല. എപ്പോഴും അത് വാങ്ങിച്ച പ്രൈസ്, നമുക്കത് വാങ്ങിക്കുമ്പോൾ ഉള്ള ആ കോസ്റ്റ്, അതാണ് എടുക്കുക. ലിക്വിഡേഷൻ വാല്യൂ ആയിരിക്കില്ല. നെക്സ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്. അസറ്റ്സ് റെക്കോർഡഡ് അറ്റ് അക്വിസിഷൻ ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് അക്വിസിഷൻ കോസ്റ്റ്, നോട്ട് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത് ഒരു അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണോ അതായിരിക്കും അതിൻ്റെ കോസ്റ്റായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ അത് നമ്മളെപ്പോൾ അതിൻ്റെ കോസ്റ്റ് എടുത്ത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിന് ആനുപാതികമായിട്ടൊന്നും ആയിരിക്കില്ല. എപ്പോഴും പർച്ചേസ് ചെയ്ത വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുക. അടുത്തത് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റെക്കോർഡ് ചേഞ്ചസ് ഇൻ വാല്യൂ only when realized. Changes in assets value are recorded only when realized. Probable gains are ignored, but probable losses are considered. ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂല്യത്തിലെ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് സാധ്യതയുള്ള ലാഭം അവഗണിക്കപ്പെടുത്തുക, അതുപോലെ തന്നെ സാധ്യതയുള്ള നഷ്ടം എപ്പോഴും പരിഗണിക്കപ്പെടുകയും ചെയ്യണം. അതായത് ലാഭം ഉറപ്പായാൽ മാത്രം രേഖപ്പെടുത്തുകയും നഷ്ടം സാധ്യതയുണ്ടെങ്കിൽ പോലും രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു സൈഡ്സ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. Every transaction has two aspects, debit and credit. This forms the basis of double entry bookkeeping. അതായത് ഓരോ ഇടപാടിനും രണ്ട് വശങ്ങളുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. അതാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതായത് ഒരു വരവിന് ഒരു ചിലവുണ്ടാകും, ഒരു ചിലവിന് ഒരു വരവും ഉണ്ടാകും. അതാണ് ഡബിൾ എൻട്രി കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. അടുത്തത് പ്രിൻസിപ്പിൾസ് ആണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബേസ്ഡ് ഓൺ റിയൽ അസംഷൻസ്, സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ, കോൺസിസ്റ്റൻ്റ്, യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ആൻഡ് ഇൻഫർമേഷണൽ ഫോർ യൂസേഴ്സ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രാക്ടീസുകൾക്ക് സ്ഥിരതയും വിശ്വാസ്യതയും നൽകുന്ന അടിസ്ഥാന നിയമങ്ങളാണ്. അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഗ്യാപ്പ്. അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. യഥാർത്ഥ ധാരണകളിൽ നിന്നും വരുന്നതാണ്. അതായത് റിയൽ അസംഷൻസ് ആയിരിക്കും, അതുപോലെ ലളിതവും മനസ്സിലാക്കാൻ എളുപ്പവുമുള്ളതായിരിക്കും, സ്ഥിരതയുള്ളതായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അത് ഭാവി പ്രവചനങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്യും. ഇനി ഉപയോക്താക്കൾക്ക് വിവരപ്രദമായിരിക്കും, ഇൻഫർമേഷണൽ ആയിരിക്കും. അതായത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വെറും നിയമങ്ങൾ മാത്രമല്ല, സാമ്പത്തിക വിവരങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്ന അടിസ്ഥാനം കൂടിയാണത്. ഇപ്പോൾ ഒരു കമ്പനി വർഷം തോറും ഒരേ രീതിയിൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നിക്ഷേപകർക്കും ബാങ്കുകൾക്കും സർക്കാരിനും താരതമ്യം ചെയ്യാനും വിശ്വസിക്കാനും ഒക്കെ അത് എളുപ്പമാകും. അതുപോലെ സ്ഥിരതയില്ലെങ്കിൽ അക്കൗണ്ടിങ് വെറും ഒരു കണക്കെടുപ്പ് മാത്രമായിട്ട് മാറും, വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിൽ ട്രാൻസ്പെറൻസി, വ്യക്തത വേണം, കമ്പയറബിലിറ്റി വേണം, താരതമ്യം ചെയ്യാവുന്ന ഒരു സ്വഭാവം വേണം, അതുപോലെ റിലയബിലിറ്റി, വിശ്വാസ്യത വേണം. ഇതൊക്കെയാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അതായത് സാമ്പത്തിക വിവരങ്ങൾ എല്ലാവർക്കും ഒരേ രീതിയിൽ വ്യക്തമായി വിശ്വസിക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള നിയമങ്ങളാണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഒന്ന് ഷോർട്ടായിട്ട് എല്ലാം ഒന്നുകൂടി പറയുകയാണ്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ.
Same accounting methods should be followed year after year for comparability. Next, prudence or conservatism principle. Record expected losses but do not anticipate gains. Third one, going concern principle. Business is assumed to continue in the foreseeable future. Next, accrual principle. Record revenues and expenses when they occur, not when cash is received or paid. Next, matching principle. Expenses should be matched with related revenues in the same period. Next, materiality principle. Important items must be disclosed. Trivial details can be ignored. Objectivity principle. Records should be based on verifiable evidence, not personal opinion. നെക്സ്റ്റ് കൺവെൻഷൻസ് ആണ്. അത് അതിൻ്റെ പ്രത്യേകതയാണ് എമർജ് ഫ്രം പ്രാക്ടീസ് ആൻഡ് യൂസേജ്, may change over time to improve quality, not universally applicable. അതായത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രാക്ടീസുകളിലെ പഴക്കം, അതുപോലെ ഉപയോഗം, അനുഭവത്തിൽ നിന്നൊക്കെ രൂപപ്പെട്ട അനൗപചാരിക നിയമങ്ങളാണ്. ഇവ നിയമപരമായ നിർബന്ധിത തത്വങ്ങളൊന്നുമല്ല, പക്ഷേ സാധാരണയായിട്ട് അംഗീകരിച്ച രീതികളൊക്കെ തന്നെയാണ്. ഇത് പല പ്രയോഗത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും ഉത്ഭവിച്ചു വന്നവയാണ്. ഇതിൻ്റെ ഗുണമേന്മ ഇപ്പം എന്തിൻ്റെയെങ്കിലും ഒരു ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതാത് സമയത്ത് അതിന് മാറ്റങ്ങൾ വരുത്താം, എന്നാൽ എല്ലായിടത്തും ബാധകമല്ല താനും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അനുഭവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് മാറുന്ന പ്രായോഗിക രീതികളാണ് കൺവെൻഷൻസ് എപ്പോഴും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ? ഓപ്ഷൻസ്: മണി മെഷർമെൻറ്റ്, എൻറ്റിറ്റി കോൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ആൻസർ: എൻറ്റിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്സ്? ഓപ്ഷൻസ്: പർച്ചേസ് ഓഫ് മെഷീനറി വർത്ത് ₹10 lakh, എംപ്ലോയി ലോയലിറ്റി, sale of goods worth ₹5 lakh, rent paid ₹50,000. Answer is employee loyalty. Next question. Periodicity concept requires accounts to be prepared. Options: at the end of business life, at regular intervals, usually yearly, only when profits are earned, only when losses occur. Answer: at regular intervals, usually yearly. Next, under accrual concept, revenue is recorded. Options: only when cash is received, when it is earned whether cash received or not, only when expenses are paid. Next, at the end of business life. Answer: when it is earned whether cash received or not. Next, matching concept requires options: matching assets with liabilities, matching expenses with revenues of the same period, matching cash inflow with cash outflow, matching capital with drawings. Answer: matching expenses with revenues of the same period. Next question. Which concept assumes that business will continue in the foreseeable future? Options: cost concept, realization concept, going concern concept, dual aspect concept. Answer: going concern concept. Next question. Assets are recorded at acquisition cost under options: cost concept, realization concept, conservatism convention, then matching concept. Answer: cost concept. Next, realization concept records probable gains immediately,
Probable losses immediately, gains only when realized. All changes in value instantly. Only cash transactions. Answer: probable losses immediately, gains only when realized. Next question. Dual aspect concept is the basis of options: single entry system, double entry system, cash accounting, accrual accounting. Answer: double entry system. Next question. Which of the following is a convention, not a concept? Entity, accrual, conservatism and periodicity. Answer: conservatism. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറയുമ്പോൾ തന്നെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലാസ് കേൾക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഓപ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആൻസർ വരണം. ഓക്കെ, താങ്ക് യു.